ഇപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിലെ തിയറി പോർഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എല്ലാ ടോപ്പിക്കുകളും ഓൾറെഡി നമ്മൾ +2 കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളതാണ് ഓക്സിജൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ. ഇനി അഡീഷണൽ ആയിട്ട് അതിൽ കുറെ പ്രോബ്ലംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്, അതായത് റിലേഷൻസിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ആയിട്ടുള്ള ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇതുവരെ നിങ്ങൾ ഓക്സിജൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഞാൻ +2 ഇതുപോലെ അഡീഷണൽ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ചെയ്യും. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിറ്റർമിൻ ദ റിലേഷൻ ആർ in the set n of natural numbers defined as r equal to set of all ordered pair xy such that y equal to x plus 5, comma x less than 4 is reflexive, symmetric and transitive. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോ എന്താണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻസ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയാം. ഇപ്പോ ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റില് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ, റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ എന്ന് പറഞ്ഞാല് എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് റിലേഷൻ ഉണ്ടാവുക. ഓക്കെ, ദെൻ ഈ റിലേഷൻ ആർ എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ആർ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അതിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സബ്സെറ്റുകളുടെ എ ക്രോസ് എയുടെ എല്ലാ സബ്സെറ്റുകളെയും നമ്മൾ എന്ത് പറയും? റിലേഷൻസ് എന്ന് പറയും. ഇനി ആ റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എലമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഓർഡേഡ് പെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ റിഫ്ലെക്സീവ് ആവാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ക്രൈറ്റീരിയ റിഫ്ലെക്സീവ് ആവാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ക്രൈറ്റീരിയ എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമ്മൾ ഏതിൽ നിന്ന് സെലക്ട് ചെയ്യാം? എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. ദെൻ എന്തുണ്ടോ നോക്കണം നമ്മള്. എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആറിൽ ഉണ്ടോ എന്ന് നോക്കണം. എക്സ് എന്ന് പറയുന്ന എലമെന്റ് എയിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റ് സെലക്ട് ചെയ്യുക. ആ എലമെന്റിന്റെ കറസ്പോണ്ടിങ് ഐഡന്റിക്കൽ പെയർ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഒരേപോലെയുള്ള പെയറുകൾ എക്സ്, വൈ ആണെങ്കിൽ വൈ, 1 ആണെങ്കിൽ 1 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. ഇത് ഏതെങ്കിലും ഒരു എക്സിന് മാത്രം ശരിയായ പോരാ. ഫോർ ഓൾ എക്സ്, ഇത് ഫോർ ഓളിന്റെ സിമ്പിൾ ആണ് കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ ഫോർ ഓൾ എന്നാണ് നമ്മൾ വായിക്കുക. ഫോർ ഓൾ അല്ലെങ്കിൽ ഫോർ എവറി. അപ്പൊ ഫോർ ഓൾ എക്സ് ഓർഡേഡ് പെയർ എക്സ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഈ റിലേഷൻ എന്തായി? റിഫ്ലെക്സീവ് റിലേഷൻ ആയി. അപ്പോ റിഫ്ലെക്സീവ് റിലേഷൻ ആണോ അല്ലയോ എന്നറിയാൻ നമ്മൾ ഏതും കൂടെ കൺസിഡർ ചെയ്യണം. ഏത് സെറ്റിലാണോ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആ സെറ്റ് നമ്മൾ നോക്കണം. ആ സെറ്റിലെ ഓരോ എലമെന്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഐഡന്റിക്കൽ പെയറുകളായിട്ടുള്ള എക്സുകൾ ആറിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോ ഈ പറയുന്ന റിലേഷനില് ഈ പറയുന്ന സെറ്റ് എയില് 10 എലമെന്റുകളാണ് ഉള്ളതെന്ന് വിചാരിക്കൂ. ഈ പറഞ്ഞ സെറ്റ് എയില് 10 എലമെന്റുകളാണ് ഉള്ളതെങ്കിൽ ഈ റിലേഷനിൽ മിനിമം എത്ര എലമെന്റുകൾ ഉണ്ടാവണം റിഫ്ലെക്സീവ് ആവാൻ? 10 എലമെന്റുകൾ വേണം, വേണ്ടേ? ഏതൊക്കെയാ 10 എലമെന്റ്? ഇപ്പൊ 1, 2, 3 മുതൽ 10 എലമെന്റ്. 10 എന്ന് പറയുന്ന നമ്പർ ആണ് എയിലുള്ളതെങ്കിൽ ഈ റിഫ്ലെക്സീവ് റിലേഷനിൽ ഓർഡേഡ് പെയറുകളായിട്ട് ഏതൊക്കെ എലമെന്റുകൾ വേണം? 1 വേണം, 2 വേണം, 3 വേണം. അതുപോലെ ഏതുവരെയുള്ള എലമെന്റ് വേണം? 10, 10 എന്ന് പറയുന്ന ആ 10 ഓർഡേഡ് പെയറുകളും ഏതിലുണ്ടായിരിക്കണം? ആറിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ റിലേഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ? റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ടുള്ള സിമ്മട്രിക് റിലേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല?
ഏതാണ് സെറ്റ് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സെറ്റിൽ 10 എലമെന്റോ 15 എലമെന്റോ 4 എലമെന്റോ എത്ര വേണേലും ആയിക്കോട്ടെ, നമ്മൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല, സെറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് നോക്കേണ്ടത്, ആറാണ് നോക്കേണ്ടത്. റിലേഷൻ ആറാണ് നോക്കേണ്ടത്. അതിലെ ഒരു എലമെന്റ് സെലക്ട് ചെയ്യുക. 6 എലമെന്റുകളൊക്കെ ഓർഡേഡ് പെയറുകളായിരിക്കും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ആ റിലേഷനിലെ ഒരു എലമെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എക്സ് വൈ ഓർഡേഡ് പെയർ എക്സ് വൈ, ഓർഡേഡ് പെയർ എ ബി, ഒരു എലമെന്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ആ കിട്ടിയ എലമെന്റിനെ നമ്മൾ തല തിരിച്ചെഴുതുക. തല തിരിച്ചെഴുതാന്ന് പറയുമ്പോ എക്സ് വൈ എഴുതിയാൽ തിരിച്ചെഴുതുക വൈ എക്സ്. എങ്ങനെ എഴുതണം, വൈ എക്സ്. അങ്ങനെ വൈ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റും ഈ പറഞ്ഞ റിലേഷനിൽ തന്നെ ഉണ്ടെങ്കിൽ, എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എക്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ റിലേഷൻ എന്തായി, സിമെട്രിക് റിലേഷൻ ആയി. അപ്പൊ ഇത് ഏതിനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, എക്സ് വൈക്കാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ. 6 എലമെന്റുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. 6 ഇപ്പൊ 4 എലമെന്റ് ആണുള്ളത്. റിലേഷനിൽ 4 എലമെന്റ് ആണുള്ളത് വിചാരിക്കുക. അപ്പൊ ആ 4 ഓർഡേഡ് പെയറുകളും നിങ്ങൾ നോക്കണം. ആ 4 ഓർഡേഡ് പെയർ എടുത്തിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു നോക്കുക. ഇപ്പൊ 1 2 ഉണ്ടെങ്കിൽ തിരിച്ചു നോക്കിയാൽ എന്ത് കിട്ടും, 2 1 കിട്ടും. ആ 2 1 എവിടെ ഉണ്ടായിരിക്കണം, ഈ പറഞ്ഞ ആറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്തായിട്ട് മാറും, സിമെട്രിക് റിലേഷൻ ആയിട്ട് മാറും. അപ്പൊ ഫോർ എവറി എക്സ് വൈ ബിലോങ്സ് ടു ആർ, വൈ എക്സ് ഓൾസോ ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്തായി, സിമെട്രിക് ആയി. ഇതിന് നമ്മുടെ ഏത് സെറ്റുമായിട്ട് ബന്ധമില്ല, നമ്മുടെ എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റുകളായിട്ട്, എലമെന്റിന്റെ എണ്ണമായിട്ടൊന്നും ഒരു റിലേഷനും ഇല്ല. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്രൈറ്റീരിയ നോക്കുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ഓർഡേഡ് പെയറുകൾ ആറിൽ നിന്ന് സെലക്ട് ചെയ്യണം. 6ലെ 2 എലമെന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. ആ എലമെന്റുകൾ സെലക്ട് ചെയ്യുന്നിടത്ത് ഒരു പ്രത്യേകതയുണ്ട്. എക്സ് വൈ ഒരു എലമെന്റ് സെലക്ട് ചെയ്താൽ അടുത്ത എലമെന്റ് നമ്മൾ വൈ സെഡ് സെലക്ട് ചെയ്തോളണം. എന്ന് വെച്ചാല് എക്സ് വൈ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ അടുത്ത എലമെന്റ് ഏതിൽ തുടങ്ങണം, വൈയിൽ തുടങ്ങണം. വൈയിൽ തുടങ്ങുന്ന എലമെന്റ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എക്സ് വൈ ആൻഡ് വൈ സെഡ് ഇങ്ങനത്തെ 2 എലമെന്റുകൾ 6ൽ നിങ്ങൾ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനത്തെ 2 എലമെന്റുകൾ 6ൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം, എക്സ് സെഡ് 6ലെ എലമെന്റ് ആയിരിക്കണം. ഈ എക്സ് വൈയും വൈ സെഡും 6ലുണ്ടെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, പറയുന്ന കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. എക്സ് വൈയും വൈ സെഡും 6ലുണ്ടെങ്കിൽ എക്സ് സെഡും എവിടെ ഉണ്ടായിരിക്കണം, 6ലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമ്മൾ എന്ത് പറയും, ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു സെന്റൻസിന് ഒരു അണ്ടർലൈൻ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്, എക്സ് വൈയും വൈ സെഡും 6ലുണ്ടെങ്കിൽ, എക്സ് വൈയും വൈ സെഡും 6ൽ ഇല്ലെങ്കിലോ, ഇങ്ങനത്തെ 2 എലമെന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ, അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യാ, അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്ക് എപ്പോഴും തെറ്റുന്ന ഒരു കാര്യമാണ്. എക്സ് വൈയും വൈ സെഡും 6ലെ സെലക്ട് ചെയ്യാൻ പറ്റുകയും എക്സ് സെഡ് 6ൽ ഇല്ല എന്ന് പറയാൻ പറ്റുകയും ചെയ്യുവാണെങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താവാതിരിക്കുള്ളൂ, ട്രാൻസിറ്റീവ് അല്ലാതെ ആവുള്ളൂ. നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോ 1 2 എന്ന് പറഞ്ഞൊരു എലമെന്റും ഉണ്ട്, 2 3 എന്ന് പറഞ്ഞൊരു എലമെന്റും ഉണ്ട് 6ല്. ഇങ്ങനെ 2 എലമെന്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് 6ല് ഇങ്ങനത്തെ 2 എലമെന്റുകൾ കാണാനുണ്ട്. ഓക്കെ, ദെൻ ഇങ്ങനെ 2 എലമെന്റ് എടുക്കുകയും, ഇനി ഇതിലെ എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ 1 3 അല്ലേ, 1 3 എന്ന് പറഞ്ഞ എലമെന്റ് 6ൽ ഇല്ലെങ്കിൽ ഈ റിലേഷൻ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഐഡിയ കിട്ടിയോ? ഈ റിലേഷൻ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇനി നമ്മൾ നോക്കൂ, നിങ്ങൾക്ക് 1 2 സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ 2 തുടങ്ങുന്ന ഒരു എലമെന്റും നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയാം, റിലേഷൻ എന്താണെന്ന് വിചാരിക്കൂ. 1 2 എന്ന് പറഞ്ഞൊരു എലമെന്റും 3 4 എന്ന് പറഞ്ഞ എലമെന്റും മാത്രമേ ഉള്ളൂ റിലേഷനിലെന്ന് വിചാരിക്കൂ. ഇങ്ങനെ 2 എലമെന്റുകൾ മാത്രമേ ഈ റിലേഷനിലുള്ളൂ എന്ന് വിചാരിക്കൂ. ഈ റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആവുന്നത്? ഈ റിലേഷനിൽ ഇതുപോലെ 2 എലമെന്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാനേ പറ്റുന്നില്ല. സെലക്ട് ചെയ്തിട്ട് അതിലെ മൂന്നാമത്തെ എലമെന്റ് ഇതിൽ ഇല്ലെങ്കിൽ മാത്രമേ ഈ റിലേഷൻ എന്താവാതിരിക്കുള്ളൂ, ട്രാൻസിറ്റീവ് ആവാതിരിക്കുള്ളൂ. ഇവിടെ അങ്ങനെ ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനേ നമുക്ക് പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? ട്രാൻസിറ്റീവ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള എലമെന്റുകൾ എടുക്കാനേ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പല ആൾക്കാർക്കും തെറ്റുന്ന ഒരു കാര്യമാണത്. ഇപ്പൊ എക്സ് വൈ ഉണ്ട്, എക്സ് വൈ
എക്സ് വൈ ഉണ്ട് വൈ സെഡ് ഇല്ല. അതുകൊണ്ട് ഇതുപോലെ എലമെന്റ് റിലേഷൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നേരെ കയറി എഴുതി വയ്ക്കും എന്ത് ട്രാൻസിറ്റീവ് അല്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല, എക്സ് വൈയും വൈ സെഡും ഉണ്ടാവണം ആൻഡ് എക്സ് സെഡ് ഉണ്ടാവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എക്സ് വൈ വൈ സെഡ് എന്ന് പറഞ്ഞ രണ്ട് എലമെന്റുകളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതുപോലെയുള്ള രണ്ട് എലമെന്റുകളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും ആ റിലേഷൻ എന്താവും, ആ റിലേഷൻ എന്താണെന്ന് നമ്മൾ പറയേണ്ടി വരും, ട്രാൻസിറ്റീവ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ്? റിഫ്ലെക്സീവ് ആവാൻ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എ, എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം. സിമെട്രിക് ആവാൻ എ നോക്കണ്ട, ആർ മാത്രം നോക്കിയാൽ മതി. ഫോർ എവറി എക്സ് വൈ ബിലോങ്സ് ടു ആർ, if yx is also belongs to R, then R is symmetric. And transitive property xy and yz belongs to R implies xz belongs to R. Then we can say that the relation is transitive. Okay, അപ്പോ ഇതൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇങ്ങനെ രണ്ട് എലമെന്റ്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ എന്ത് പറയും, ട്രാൻസിറ്റീവ് ആണെന്ന് പറയും കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഈ മൂന്ന് പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യുക. ഇങ്ങനെ മൂന്നെണ്ണവും സാറ്റിസ്ഫൈ ചെയ്യുന്ന, മൂന്ന് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ നമ്മൾ എന്ത് പറയും, ഈക്വാലൻസ് റിലേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഇതൊന്ന് നോക്കി നോക്കാം, ഇതൊക്കെ സാറ്റിസ്ഫൈ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4. ഇതിൽ എക്സും വൈ ഒക്കെ എവിടുന്ന എലമെന്റ്സ് ആണ്? എക്സും വൈ ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. റിലേഷൻ ഇസ് ഡിഫൈൻഡ് ഓൺ നാച്ചുറൽ നമ്പേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എക്സ് ലെസ് ദാൻ 4 ആയിട്ട് ഏതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ഉള്ളത്? 4നും ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയുള്ളത്? എക്സ് ഈക്വൽ ടു 1 ഉണ്ട്, എക്സ് ഈക്വൽ ടു 2 ഉണ്ട്, എക്സ് ഈക്വൽ ടു 3 ഉണ്ട് അല്ലെ. 3 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ 4നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ്. അതെ, ഇനി ഇപ്പൊ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും വൈ? നോക്കി നോക്കൂ നിങ്ങള്. 1 പ്ലസ് 5 അല്ലെ. എക്സിന് പകരം ഇവിടെ 1 കൊടുത്താൽ മതി, ഈക്വൽ ടു 6. അടുത്തത് നോക്കൂ, എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ വൈ എന്തായിരിക്കും? 2 പ്ലസ് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 7. അടുത്തത് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ വൈ എന്തായിരിക്കും? 3 പ്ലസ് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 8. അപ്പോ ഏതൊക്കെ ഓർഡേഡ് പെയറുകൾ നമ്മുടെ റിലേഷനിൽ പറയാം? നമുക്ക് 1 6 പറയാം, 2 7 പറയാം, 3 8 പറയാം. ഓക്കെ അല്ലേ? അപ്പൊ 6 നമുക്ക് ഇങ്ങോട്ട് എഴുതാട്ടോ. ഇവിടെ 6 എന്താണ്? 1 6 2 7 3 8. ശരിയല്ലേ? 6 എന്ന് പറയുന്ന റിലേഷൻ ഇങ്ങനെയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞ പോലെ ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഇപ്പൊ റിഫ്ലെക്സീവ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്, റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സെറ്റിൽ നിന്നാണ് എലമെന്റ് എടുക്കേണ്ടത്? ഏത് സെറ്റിലാണോ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ സെറ്റിൽ നിന്നാണ് എലമെന്റ് എടുക്കേണ്ടത്. ഏത് സെറ്റാണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിൽ 1 എടുത്തോളൂ. 1 എടുത്തു, ഏത് വേണേ എടുക്കാട്ടോ. ഞാൻ ഇപ്പൊ 1 എടുത്തു മാത്രം. 1 എടുക്കാം. 1 എടുത്തിട്ട് എന്ത് ചെയ്യണം? 1 1 ഇതിലുണ്ടോ നോക്കണം. 1 1 ഇതിലുണ്ടോ? ഈ റിലേഷൻ ഉണ്ടോ? ഇല്ല. 1 1 ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഇത് അല്ലാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഐഡന്റിക്കൽ പെയറുകളൊന്നും ഇല്ലല്ലോ. അല്ലാന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചത്. അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ആണ്, ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞൂടെ ആ എക്സാമ്പിളിന് മാത്രം ചിലപ്പോൾ ശരിയായാലോ അല്ലെ? അത് നമുക്കൊരു അങ്ങനെ പ്രശ്നമുണ്ട്. ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ കേസിൽ പ്രൂവ് ചെയ്യണം. എക്സും വൈയും എയും ബിയും സിയും ഒക്കെ എടുത്തിട്ട് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. നമ്മുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ? നമ്മൾ നല്ലവനാണെന്ന് പറയാൻ, നമ്മുടെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്ത് നല്ലവനാണെന്ന് കാണിക്കണം. നമ്മൾ മോശക്കാരനെന്ന് കാണിക്കാനോ ഒരൊറ്റ സെക്കൻഡ് മതിയില്ലേ? ഒരൊറ്റ മോശം കാര്യം നമ്മൾ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ പേര് ചീത്തപ്പേരായിക്കോളും. സംഭവം ഇതുപോലെ തന്നെയാണ് മാത്തമാറ്റിക്സിന്റെ കാര്യവും. ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ ജനറൽ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. ശരിയല്ല എന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. മോശക്കാരനാവാൻ ഒരൊറ്റ എക്സാമ്പിൾ നമ്മൾ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പൊ ഇതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, ആർ റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? സിമെട്രിക് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്താ നോക്കേണ്ടത്? സിമെട്രിക് ആണോ നോക്കണം. സിമെട്രിക് ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു ഓർഡേഡ് പെയർ സെലക്ട് ചെയ്യണം അല്ലെ. എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്? ആർ എന്ന് സെലക്ട് ചെയ്താൽ. ഇപ്പൊ നമ്മൾ എന്നെ നോക്കണ്ട. ഏത് സെറ്റിലാണോ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്മൾ നോക്കണ്ട. നമ്മൾ എവിടെ നിന്നാണ് എലമെന്റ് സെലക്ട് ചെയ്യേണ്ടത്? ഈ ആറിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ 1 6 എന്ന് പറഞ്ഞ എലമെന്റ് സെലക്ട് ചെയ്ത് വിചാരിക്കാം. ആ എലമെന്റ് ആറിൽ നിന്ന് സെലക്ട് ചെയ്തു.
1 6. ഇനി നമ്മൾ സിമെട്രിക് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇത് തിരിച്ചെഴുതും അല്ലെ, തല തിരിച്ചെഴുതും. തല തിരിച്ചെഴുതാന്ന് വെച്ചാൽ മാറ്റി എഴുതും. 6 1 1 6 എഴുതിയത് 6 അപ്പുറത്തും 1 അപ്പുറത്തും 6 1 എന്ന് എഴുതി. ഇത് ആറിലുണ്ടോ? നോക്കിക്കേ, ആറിൽ 1 6 മാത്രമേ ഉള്ളൂ. 6 1 ഉണ്ടോ? ഇല്ല. 1 6 ഉണ്ട്, പക്ഷെ 6 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. എ ബി ഉണ്ട്, പക്ഷെ ബി എ ഇല്ല. എക്സ് വൈ ഉണ്ട്, പക്ഷെ വൈ എക്സ് ഇല്ല. റിലേഷൻ എന്തല്ല? നോട്ട് സിമെട്രിക് അല്ലെ, സിമെട്രിക് അല്ല. റിലേഷൻ ഇസ് നോട്ട് സിമെട്രിക്. ശരിയാണേ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ കേസ് നമ്മൾ നോക്കുക. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ നമുക്ക് രണ്ട് എലമെന്റുകളാണ് ഓർഡേഡ് പെയർ എന്ന് റിലേഷൻ സെലക്ട് ചെയ്യേണ്ടത്. രണ്ട് ഓർഡേഡ് പെയറുകളെ സെലക്ട് ചെയ്യണം. എങ്ങനത്തെ രണ്ട് ഓർഡേഡ് പെയറുകളെ സെലക്ട് ചെയ്യേണ്ടത്? എക്സ് വൈയും വൈ സെഡും ആയിട്ടുള്ളത്. നോക്കിക്കേ, ഇവിടെ 1 6ഉം 6ൽ തുടങ്ങുന്ന എലമെന്റുകൾ വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ 1 6 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ 6ൽ തുടങ്ങുന്ന എലമെന്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റാതെ അതുകൊണ്ട് 1 6 എടുക്കാൻ പറ്റില്ല. അടുത്തേക്ക് വരിക 2 7 എടുത്തു കഴിഞ്ഞാൽ 7ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും എലമെന്റുകൾ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 2 7 നമുക്ക് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റില്ല. അടുത്ത എലമെന്റ് നോക്കുക 3 8. 8ൽ തുടങ്ങുന്ന ഏതെങ്കിലും എലമെന്റുകൾ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 3 8ഉം ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ നമ്മൾ എഴുതി വെക്കേണ്ടത്? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ പറ്റില്ല. വി cannot find elements xy and yz belongs to R such that xz does not belongs to R. ട്രാൻസിറ്റീവ് അല്ലാന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഉള്ളതാണ് അല്ലെ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയപ്പോ. ഓക്കെ, നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് ശരിയല്ല. നമുക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? ശരിയാണെന്ന് പറയണം. ശരിയല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റാത്തോളത്തോളം കാലം ആ സാധനം എന്താണ്? ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഈ സാധനം? എക്സ് വൈയും വൈ സെഡും നമുക്ക് ആറില് വി കനോട്ട് ഫൈൻഡ് എലമെന്റ്സ് എക്സ് വൈ ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ such that xz does not belongs to R. xz R അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. Therefore R is transitive. R എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എഴുതി വെക്കേണ്ടത് കേട്ടോ, തെറ്റിക്കരുത്. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഓൺ സെഡ്. സെഡിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്താ സെഡ്? ദ set of all integers. Okay, set of all integers defined by R equal to set of all ordered pair xy such that x minus y is an integer is an equivalence relation. Okay, അപ്പൊ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സിലാണ് നമ്മളിവിടെ ഫംഗ്ഷൻ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റിജർ ആണ് എന്നാണ് പറയുന്നത് അല്ലെ. നമുക്കറിയാം എല്ലാ ഇന്റിജേഴ്സ് മൈനസ് ചെയ്താലും ഇന്റിജർ ആണ് കിട്ടുക അല്ലെ. ശരിയല്ലേ? സംശയം വല്ലതും ഉണ്ടോ? ഇന്റിജേഴ്സ് ഒക്കെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇന്റിജർ തന്നെയാ കിട്ടുക. ശരിയല്ലേ? 1 - 2 -1 -2 -3 +1 അല്ലെ, നമുക്കൊക്കെ ഇന്റിജർ ആണ് കിട്ടുക. ശരിയല്ലേ? അപ്പൊ അത് നമുക്കറിയാവുന്ന. ഓക്കെ, നമുക്കിത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നമുക്ക് റിലേഷൻ എഴുതാൻ പറ്റുമോ? റിലേഷനിൽ ഓർഡേഡ് പെയറുകൾ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലെ. ഇൻഫൈനൈറ്റ് സെറ്റിലാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരുപാട് എലമെന്റുകൾ ഉണ്ടാവും. എഴുതാൻ പറ്റായെന്നല്ല, നമുക്ക് ഒരുപാട് എലമെന്റുകൾ ഉണ്ടാവും. അപ്പൊ എക്സെട്ര ഒക്കെ വെച്ച് നമ്മൾ എഴുതേണ്ടി വരും. അപ്പൊ നമ്മൾ എഴുതണ്ട, നമ്മൾ ജനറൽ ആയിട്ട് ഇതിന്റെ ഈ ഫോമിൽ തന്നെ, റോസ്റ്റർ ഫോമിൽ തന്നെ ഇരിക്കട്ടെ, സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെ സാധനം ഇരിക്കട്ടെ, റിലേഷൻ ഇരിക്കട്ടെ. ഓക്കെ, നമുക്കിത് റിഫ്ലെക്സീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റിഫ്ലെക്സീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു എലമെന്റ് സെലക്ട് ചെയ്യണം. എവിടെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? സെഡിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ജനറൽ ആയിട്ട് എടുക്കാട്ടോ. ഒരു എലമെന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, എക്സ് ബിലോങ്സ് ടു സെഡ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇവിടെ? എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലെ. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇതെന്താണ്? ഇന്റിജർ അല്ലേ.
ഈസ് ആൻ ഇന്റിജർ. ശരിയല്ലേ? എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജർ ആണ്. നമ്മുടെ ഡെഫിനിഷൻ എന്താ? എക്സ് വൈ ഈ ആറിൽ ഉണ്ടാവണമെങ്കിൽ എക്സ് മൈനസ് വൈ എന്തായിരിക്കണം? ഇന്റിജർ ആയിരിക്കണം. ഇവിടെ എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 0 ആണ്. ഏത് രണ്ട് നമ്പറുകൾ ഒരേ നമ്പറുകൾ നമ്മൾ മൈനസ് ചെയ്താലും നമുക്ക് 0 ആണ് കിട്ടുക. അതെന്താണ്? ഇന്റിജർ ആണ്. അപ്പൊ എല്ലാ ഐഡന്റിക്കൽ പെയറുകളും ഇതിനകത്ത് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇംപ്ലൈസ് എന്താ നമ്മൾ എഴുതേണ്ടത്? എക്സ് എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് എക്സ് ബിലോങ്സ് ടു ആർ. For all x belongs to z, x minus x equal to 0 is an integer. That implies x belongs to r. Therefore, r is reflexive. Idea കിട്ടിയോ? ജനറൽ കേസിൽ പ്രൂവ് ചെയ്യുന്നത് കണ്ടോ? ജനറൽ കേസിൽ പ്രൂവ് ചെയ്തത് കണ്ടോ? ഓക്കെ. ദെൻ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സിമ്മട്രിക് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം. സിമ്മട്രിക് റിലേഷൻ ആണോ നോക്കാൻ വേണ്ടിട്ട് നമ്മള് എലമെന്റുകൾ എവിടുന്ന് സെലക്ട് ചെയ്യണം? എക്സ് വൈ എവിടുന്ന് സെലക്ട് ചെയ്യണം? നമ്മള് ആറിൽ നിന്ന് സെലക്ട് ചെയ്യണം. എവിടുന്ന് സെലക്ട് ചെയ്യണം? ആറിൽ നിന്ന്, റിലേഷനിൽ നിന്ന്, സെറ്റിൽ നിന്നല്ല കേട്ടോ, നമ്മുടെ റിലേഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി എക്സ് വൈ ആറിൽ എലമെന്റ് ആണെങ്കിൽ എക്സ് വൈ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് ആൻ ഇന്റിജർ. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇന്റിജർ ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് സിമെട്രിക് പ്രോപ്പർട്ടി ആയിട്ട് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചുള്ള പെയർ അല്ലെ, വൈ എക്സ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം. വൈ എക്സ് കിട്ടാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഒരു മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് നോക്കിയേ. മൈനസ് ഓഫ് വൈ മൈനസ് എക്സ്. ഓക്കെ, ഇത് ഈ കാണുന്ന നമ്പർ 5 എന്ന് പറഞ്ഞ നമ്പർ ആണെന്ന് വിചാരിക്കും. ഇപ്പൊ 1 മൈനസ് 2 അല്ലെങ്കിൽ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 മൈനസ് 6 എന്നാണ് നമ്മൾ എഴുതിയിരിക്കണം വിചാരിക്കൂ. 1 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്താ? -5 ആണ്. ഇത് ഇന്റിജർ ആണല്ലോ. ഇതൊന്നും ഒരു മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് നോക്കൂ. മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ തന്നെയല്ലേ കിട്ടാം? -5 തന്നെയല്ലേ കിട്ടണേ? രണ്ടും ഒരേ നമ്പർ ആണ് അല്ലെ. അപ്പോ ഇത് എക്സ് മൈനസ് വൈ എന്ന് എഴുതി, ഞാനൊരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് വൈ മൈനസ് എക്സ് എഴുതി. രണ്ട് നമ്പർ ഒന്നല്ലേ? രണ്ട് നമ്പർ ഒന്നാണ്. ഈസ് ആൻ ഇന്റിജർ. ഓക്കെ, ഇതിപ്പോ -5 ആണ് അല്ലെ. ഈ കാണുന്നത് -5 ആണ്. അതിന്റെ മൈനസ് കണ്ട് ഒഴിവാക്കിയാലും അത് ഇന്റിജർ തന്നെയല്ലേ? ഒരു നമ്പർ എക്സ് ഇന്റിജർ ആണെങ്കിൽ മൈനസ് എക്സും ഇന്റിജർ ആണ്. മൈനസ് എക്സ് ഇന്റിജർ ആണെങ്കിൽ എക്സും ഇന്റിജർ ആണ്. ശരിയല്ലേ? അപ്പൊ 5 ഇന്റിജർ ആണെങ്കിൽ -5 ഇന്റിജർ അല്ലടോ അല്ലേ? -5 ഇന്റിജർ ആണെങ്കിലോ 5ഉം ഇന്റിജർ ആണ്. ശരിയല്ലേ? അപ്പോ ഇവിടെ നമുക്ക് ആ മൈനസ് അങ്ങോട്ട് ഒഴിവാക്കാം. മൈനസ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ എന്താ കിട്ടാൻ നോക്കൂ? y മൈനസ് എക്സ് ആണ് കിട്ടുക. ഈസ് ആൻ ഇന്റിജർ. ശരിയല്ലേ? എക്സ് മൈനസ് വൈ ഇന്റിജർ ആണെങ്കിൽ ഒരു മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ 1 മൈനസ് 6 ആണ് -5 കിട്ടിയത്. മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് 6 മൈനസ് 1 എന്ന് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? -5 തന്നെയാണ്. ഇത് രണ്ടും ഒന്നാണ് അല്ലെ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നാണ്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നല്ല കേട്ടോ. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ്. ഇത് -5 ആണെങ്കിൽ എഴുതിയേക്കുന്നത് എന്താണ്? 5 ആണ്. അത് നമുക്കറിയാം. ഒരു നമ്പർ പോസിറ്റീവ് നമ്പർ ഇന്റിജർ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് നമ്പർ എന്ത് തന്നെയാണ്? ഇന്റിജർ തന്നെയാണ്. ഓക്കെ, അപ്പൊ y മൈനസ് എക്സ് ഇന്റിജർ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതാം? വൈ എക്സ് ബിലോങ്സ് ടു വൈ മൈനസ് എക്സ് ഇന്റിജർ ആണെങ്കിൽ ഈ റിലേഷനിലെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ലേ? എക്സ് മൈനസ് വൈ ഇന്റിജർ ആണെങ്കിൽ എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന പോലെ വൈ മൈനസ് എക്സ് ഇന്റിജർ ആണെങ്കിൽ വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയാലോ. എന്തെഴുതാം? ആർ എസ് സിമെട്രിക്. ആർ ഇപ്പൊ എന്തായി? സിമെട്രിക് ആയി. ശരിയാണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. ദെൻ ലാസ്റ്റ് നമ്മൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ പോവാണ്. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് എലമെന്റുകൾ നമുക്ക് സെലക്ട് ചെയ്യണം. എക്സ് വൈയും വേണം, വൈയിൽ തുടങ്ങുന്ന വൈ സെറ്റും വേണം. രണ്ടും നമ്മൾ ഇതിലെടുത്തു, ആറിലെടുത്തു. ഉണ്ട് എന്ന് വിചാരിച്ചെടുക്കാം. അങ്ങനെ രണ്ട് എലമെന്റ്സുകൾ ഉണ്ട് എന്ന് വിചാരിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഈസ് ആൻ ഇന്റിജർ. എക്സ് മൈനസ് വൈ ഇന്റിജർ ആയിരിക്കും, കാരണം ആറിൽ എലമെന്റ് അല്ലേ? ആറിൽ എലമെന്റ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ വൈ മൈനസ് സെറ്റ് എന്തായിരിക്കും? ഈസ് ആൻ ഇന്റിജർ. ശരിയല്ലേ? വൈ മൈനസ് സെറ്റും എന്താവണം? ഇന്റിജർ ആവണം. കാരണം വൈ സെറ്റ് ബിലോങ്സ് ടു ആർ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ശരിയല്ലേ? ഇതില് ഈ ആറിലെ എലമെന്റുകളൊക്കെ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റുകൾ ആയതുകൊണ്ട് എക്സ് മൈനസ് വൈയും ഇന്റിജർ ആയിരിക്കും, വൈ മൈനസ് സെറ്റും ഇന്റിജർ ആയിരിക്കും. ഇപ്പൊ ഇതൊരു ഇന്റിജർ ആണ്, ഇത് വേറൊരു ഇന്റിജർ ആണ് അല്ലെ? രണ്ട് ഇന്റിജർ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? വേറൊരു ഇന്റിജറിൽ കിട്ടുക. രണ്ട് ഇന്റിജറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇന്റിജറിൽ കിട്ടുക. ഈ ഇന്റിജർ രണ്ടും കൂട്ടി വെക്കും നമ്മള്. എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെറ്റ്. ഇന്റിജർ പ്ലസ് ഇന്റിജർ ഈസ് ആൻ ഇന്റിജർ എന്ന് എഴുതല്ലേ? ഈസ് ആൻ ഇന്റിജർ. ശരിയാണല്ലോ? രണ്ട് ഇന്റിജറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണ്? ഒരു ഇന്റിജർ ആണ്. അപ്പൊ ഇവിടെ മൈനസ് വൈയും പ്ലസ് വൈ ഉണ്ട്. അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? എക്സ് മൈനസ് സെറ്റ് എന്ന് കിട്ടും. എക്സ് മൈനസ് സെറ്റ് ഈസ് ആൻ ഇന്റിജർ എന്ന് നമുക്ക് ഇവിടെ
എഴുതാം. എക്സ് മൈനസ് സെഡ് ഇന്റിജർ ആണെങ്കിൽ ഏത് എലമെന്റ് അവിടെ ഉണ്ടാവും? എക്സ് സെഡ് ബിലോങ്സ് ടു ആർ. ശരിയായോ? മനസ്സിലായോ സംഭവം? ഒന്നുകൂടെ ഞാൻ പറയാം. എക്സ് വൈ വൈ സെഡ് രണ്ട് എലമെന്റുകൾ നമ്മൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് എലമെന്റുകൾ നമ്മൾ ആറിൽ സെലക്ട് ചെയ്തു. ഓക്കെ, ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞത് എക്സ് വൈ ആറിലാണെങ്കിൽ എക്സ് മൈനസ് വൈ ഇന്റിജർ ആയിരിക്കും. വൈ സെഡ് ആറിലാണെങ്കിൽ വൈ മൈനസ് സെഡും ഇന്റിജർ ആയിരിക്കും. അപ്പൊ രണ്ട് ഇന്റിജറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് ഇന്റിജറിന്റെ സമ്മം എന്താണ്? ഒരു ഇന്റിജർ ആണ്. രണ്ട് ഇന്റിജർ കൂട്ടിയാൽ നമുക്കൊരു ഇന്റിജറാ കിട്ടാം അല്ലെ? അപ്പൊ രണ്ട് ഇന്റിജർ നമ്മൾ കൂട്ടി നമുക്കൊരു ഇന്റിജറിനാണ് കിട്ടുന്നത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഇവിടെ മൈനസ് വൈയും പ്ലസ് വൈ എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വൈ മൈനസ് സെഡ് എന്ന് കിട്ടി. വൈ മൈനസ് സെഡ് എന്താണ് നമ്മൾ എഴുതും? ഒരു ഇന്റിജർ ആണ് നമ്മൾ എഴുതും. അപ്പൊ വൈ സെഡ് ബിലോങ്സ് ടു ആർ എന്ന് പറയാം. ആർ എന്തായി? ട്രാൻസിറ്റീവ് ആയില്ലേ? ആർ എസ് ട്രാൻസിറ്റീവ്. ശരിയല്ലേ? അപ്പൊ ആർ എന്ന് പറയുന്ന റിലേഷൻ ഇപ്പൊ എന്തൊക്കെയാണ്? ആർ എസ് ഇത് താഴെ നിങ്ങൾ എഴുതുന്നതാണ് കേട്ടോ. ആർ എസ് റിഫ്ലെക്സീവ്, സിമെട്രിക്, R is reflexive, symmetric and transitive. Therefore, R is an equivalence relation. R എന്താണ്? Equivalence relation ആണ്. R റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ R എന്ത് റിലേഷൻ ആയി? ഈക്വാലൻസ് റിലേഷൻ ആണ്. അതിൽ രണ്ടുപേരെയും വരച്ചു വെക്കാം. ആൻസർ ആയി. ക്ലിയർ ആയോ? ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന +2 ഫസ്റ്റ് ചാപ്റ്ററിലെ ഇക്വാലൻസ് റിലേഷൻസിൽ നമ്മൾ ആകെ പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. 1.1 എന്ന് പറയുന്ന എക്സസൈസിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും +2 മാത്സിലെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രിപ്ഷന്റെ കൂടെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഓൾറെഡി എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. എല്ലാ ചാപ്റ്റർ വൈസ് +2 എല്ലാ വീഡിയോസും ചാപ്റ്റർ വൈസ് ഉണ്ട്. അത് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. തിയറി പോർഷൻസ് ഒക്കെ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പ്രോബ്ലംസ് മാത്രം ചെയ്യുന്നത്. ഇത് ഞാൻ ആ പ്ലേലിസ്റ്റിൽ തന്നെയാണ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.